ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മാർച്ച് മാസത്തിൽ ഒരു 7-ാം തീയതി മുതൽ അങ്ങോട്ട് 28-29-ാം തീയതി വരെ 8 എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗരയൂഥത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ പലതരത്തിലെ പ്ലാനറ്റ്സിൻ്റെയൊക്കെ ഒരു എനർജി ഷിഫ്റ്റും മൂവ്മെൻറ്റ്സും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരിലും സംഭവിക്കാം. അപ്പോൾ അതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ ഓരോ വ്യക്തികളെ. അപ്പോൾ എനർജി പോർട്ടൽ എന്താണ്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 222 ഫുൾ മൂൺ എനർജി പോർട്ടലിനെ കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് എനർജി പോർട്ടൽ എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ മാർച്ച് മാസത്തിൽ നമുക്ക് ന്യൂ മൂൺ പോർട്ടൽ, പിന്നെ ഒരു ലൂണാർ എക്ലിപ്സ്, പിന്നെ ശിവരാത്രി, അങ്ങനത്തെ നല്ല ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഒരു 7-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നമുക്ക് അസുലഭമായിട്ടുള്ള 8 എനർജി പോർട്ടലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്നും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, കാരണം ഓരോ ഡേറ്റും അതിൽ ഇന്ന പ്ലാനറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ, അപ്പോൾ അത് പാടില്ല, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ കരുതി നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആകെ ഒരു വിഷമ അവസ്ഥയിലാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. സംഭവിച്ചാൽ അതിന് പ്രതിവിധി കൂടി നമ്മൾ കാണേണ്ടത് കൊണ്ട് ആണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സന്തോഷമുള്ള സൗഭാഗ്യമുള്ള കാര്യം ആദ്യം പറയാം. ഈ മാർച്ച് മാസം എന്ന് പറയുന്ന ഈ എനർജി പോർട്ടലെല്ലാം ഓപ്പൺ ആവുമ്പോൾ നമുക്ക് പണം, ധനം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല സമയമാണ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചിട്ടി അല്ലെങ്കിൽ KSFയിൽ ഒക്കെ, അങ്ങനെ ഏത് രീതിയിലായാലും, ചെറിയ രീതിയിലായാലും വലിയ രീതിയിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സമയം വളരെ നല്ലതാണ്. എന്നാൽ പണം സ്പെൻഡ് ചെയ്യുന്നത്, ധൂർത്ത് അങ്ങനെ ചെലവഴിക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യവും കൂടിയാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ആളുകൾ പറ്റിച്ചായാലും ഒക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കാശ് ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സമയവും ചിലവഴിക്കാൻ മോശ സമയവുമാണെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സൂപ്പർ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു സമയമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ എനർജി, ഫിസിക്കൽ ബോഡി റെസ്റ്റിലാവുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ തോട്ട്സ് എല്ലാം വളരെ ഹൈ ആവുകയും മെഡിറ്റേഷൻ്റെ ആ ഒരു ലെവലിൽ, യോഗനിദ്ര എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്പിരിച്വൽ ലെവലിലൊക്കെയുള്ള ആളുകൾക്ക് ആ നിദ്രയിലൂടെ അവർക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ് എല്ലാം കിട്ടുന്നത് പോലെ നമുക്കും നമ്മളുടെ 3D ഫിസിക്കൽ വേൾഡിൽ നിന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു 5D അല്ലെങ്കിൽ 6D 7D ഡയമെൻഷനിലേക്ക് വരെയൊക്കെ നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിങ് പോകുന്നത് കൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ടയേർഡായിട്ട് തോന്നും, ഉറങ്ങുന്നത് മതിയാവില്ലെന്ന് തോന്നും. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ഡൾനെസ് തോന്നും, ഉറങ്ങിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, രാവിലെ എഴുന്നേറ്റിട്ടൊരു മൂഡില്ല, വളരെ അലസത തോന്നുന്നു എന്നൊക്കെ തോന്നുന്നെങ്കിൽ നമുക്ക് വേറെ ഒന്നും വിചാരിക്കേണ്ട. ഈ ഒരു എനർജി ഷിഫ്റ്റിംഗ്, ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള ആ ഒരു സൂപ്പർ പവറിലേക്ക് കയറി ആ ഒരു യാത്ര നടത്തിയതിൻ്റെ അതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുക, ക്വാളിറ്റി ടൈം കൊടുക്കുക. അത് ഉറങ്ങുന്നതിനായാലും, അല്ലെങ്കിൽ കുറച്ച് ഡള്ളായിട്ട് തോന്നുന്നെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷായി
ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി വെളിയിലിറങ്ങി നടക്കുക, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവുക, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരല്പം സമയം ചിലവഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂ മൂൺ പോർട്ടൽ വരുന്ന സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഇല്ലാത്ത ആളുകളില്ല. അത് പ്രണയബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധമായാലും എങ്ങനെ ആയാലും ശരി, നമ്മൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ആരെങ്കിലും നിന്ന് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുകയും അത് കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്ത് അതിനെ ആ ഒരു റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണോ, ആ ഒരു രീതിയിൽ പോസിറ്റീവായി ഒക്കെ വളരെ നന്നായി നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണോ, അതോ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നവരാണോ, ഇമോഷണലി നമ്മളെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇടുന്നവരാണോ എന്ന് നമ്മൾ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയവും, അങ്ങനെ നിങ്ങളുടെ എനർജിയെ ചൂഷണം ചെയ്ത് ഡ്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആണെങ്കിൽ അവരെ ഒരല്പം മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആ ഒരു സ്പേസ് നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നു, എത്രത്തോളം നമുക്ക് പോസിറ്റിവിറ്റി തരുന്നു, എത്ര പവർഫുള്ളായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ആണ് നല്ലത് എന്ന് തോന്നുന്നെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക. അപ്പോൾ ഈ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർച്ച് മാസം കുട്ടികൾക്കൊക്കെ എക്സാം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള പേരൻസ് ആണെങ്കിലും എല്ലാം അവരുടെ പുറകെ കൂടെ നമ്മളുടെ എക്സ്ട്രാ ടൈം എടുത്ത് അവർക്ക് വേണ്ടിയിട്ടും കൂടെ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ എഫേർട്ട് ഇടുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി പ്രയോറിറ്റി വെക്കണം. ജോലിക്ക് ഉള്ള സമയം എത്ര, നമുക്ക് റെസ്റ്റിനുള്ള സമയം എത്ര, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം നമുക്കൊരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ ഓവർ സ്ട്രെസ് എല്ലാം കൂടെ കയറി ജോലിക്ക് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, കുട്ടികളുടെ കാര്യം നോക്കുക, വീട്ടിലെ ജോലികൾ ചെയ്യുക, എല്ലാം ഇങ്ങനെ കുഴഞ്ഞു പറയുമ്പോൾ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഓവർ ടെൻഷൻ, ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പോസിറ്റീവായി വളരെ ഹെൽത്തിയായി ഇരിക്കാൻ പറ്റുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളും നമുക്ക് കൃത്യമായി അടുക്കി പിറക്കി കറക്റ്റാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ലൂണാർ എക്ലിപ്സ് ആണ് മാർച്ച് 25 ലൂണാർ എക്ലിപ്സിൻ്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് നമ്മളുടെ വൈബ്രൻ്റ് എനർജി വളരെ ഹൈ ആവുകയും ഇമോഷൻസിൻ്റെ കാര്യത്തിൽ വളരെ നമ്മൾ ഹൈറ്റൻ ആവുന്ന ആ ഒരു സമയത്ത് നമ്മളെ പിടിച്ചു കുലുക്കുന്നത് പോലത്തെ പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മളുടെ മുന്നിലെത്തും. അത് പല സാഹചര്യങ്ങളാവാം, വാർത്തകളാവാം, അല്ലെങ്കിൽ വല്ല സർപ്രൈസ് ആകാം. അങ്ങനെ എന്തായാലും ശരി, എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, ഹാവ് ഫെയ്ത്ത്, ഈശ്വരനോട് ഗ്രേറ്റ്ഫുൾ ആവുക, താങ്ക്ഫുൾ ആവുക. സർപ്രൈസ് ആണെങ്കിൽ അത് നമുക്കൊരു സന്തോഷമാണ്, ഈശ്വരനോട് താങ്ക്ഫുൾ ആവുക. ഇനി അതിനെ നമ്മളെ പിടിച്ചു കുലുക്കുന്നത് പോലത്തെ എന്തെങ്കിലും ഒരു വലിയ ആഘാതമാണെങ്കിൽ അവിടെ നമ്മൾ വീണു പോകാതിരിക്കാൻ വളരെ ഗ്രൗണ്ടഡ് ആയിക്കൊണ്ട് എന്തു വന്നാലും ഈശ്വരൻ എന്നെ വീഴ്ത്തില്ല, എന്നെ കളയില്ല, ആ കൈകളിൽ ഞാൻ സുരക്ഷിതമാണെന്നുള്ള വിശ്വാസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വീനസ് പ്ലാനറ്റിൻ്റെ ആ ഒരു പ്രഭാവം നമ്മളിൽ ഉണ്ടായതുകൊണ്ട് ബ്യൂട്ടി അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് ഒക്കെ വളരെ കൂടുതലായി നിൽക്കുക നമ്മളിൽ. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പലതിനും വളരെ സൗന്ദര്യവും വളരെ അട്രാക്ഷനും ഒക്കെ ഉണ്ടായതുകൊണ്ട് തെറ്റായ രീതിയിലേക്കൊക്കെ നമുക്ക് പല രീതിയിലും പോവാൻ ഒരു ചഞ്ചലമായിട്ടുള്ള മനസ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങ് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ ബ്യൂട്ടി അട്രാക്റ്റീവ്നെസ് എല്ലാം നമ്മളിൽ തന്നെ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ പാഷൻ, ക്രിയേറ്റീവ് ഐഡിയാസ് അതിനെയെല്ലാം ഉയർത്തിക്കൊണ്ട് നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വന്നിട്ട് നമ്മളുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു പവർ നമ്മൾ ആർജിച്ചെടുക്കുക. തെറ്റായ വഴിയിലേക്ക് പോകുന്നതിന് പകരം നമ്മളുടെ പോസിറ്റിവിറ്റി എല്ലാം കൂട്ടിക്കൊണ്ട്, നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ്, പാഷൻ എല്ലാം കൂട്ടിക്കൊണ്ട് അത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാസ്റ്റിൽ കടന്നുപോയ പല കാര്യങ്ങളും ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ നമ്മളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാൽ നമ്മൾ പതറിപ്പോകരുത്, വീണു പോകരുത്. വളരെ ഗ്രൗണ്ടഡായി ഇരുന്നു കൊണ്ട് ഇതൊരു പരീക്ഷണമാണെന്നും ഇതിന് മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ഇതെല്ലാം അങ്ങ് കഴിഞ്ഞു പോകുമെന്നും കടന്നു പോകുമെന്നും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുക. എല്ലായിടത്തും ഇമോഷൻസിന് വളരെ മൂല്യം കൊടുക്കാതെ, ഇമോഷൻസിന് 0 വാല്യൂ കൊടുത്തുകൊണ്ട്, ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിന് ഹൈ വാല്യൂ കൊടുത്ത് നമ്മളെ തന്നെ എപ്പോഴും ഉയർത്തി നിർത്തുക. ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് ഒരു ദിവസവും എനർജി പോർട്ടലിൻ്റെ ഷിഫ്റ്റിങ് എന്ത് സംഭവിച്ചാലും ഈശ്വരൻ്റെ സഹായം കൊണ്ട് നമുക്ക് ആപത്തൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണെങ്കിലും നമ്മൾ അതിനെയൊക്കെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കേണ്ട ഒരു സമയമാണ്. പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുന്നതിന് പകരം അതിന് കുറച്ച് പോസ് കൊടുത്ത്, ഒരു കാലതാമസം, ഇപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഇത്രയൊന്ന് മാറ്റി വെച്ച് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സ്പിരിച്വാലിറ്റിയും നമ്മളുടെ സെക്ഷുവാലിറ്റിയും സെക്ഷൽ എനർജി വളരെ ഹൈ ആവുന്ന ഒരു സമയമാണ്. അപ്പോൾ സെക്ഷൽ എനർജി എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ സേക്രൽ ചക്രയിലാണ്. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള ഗാംബ്ലിംഗ്, ഫ്ലേർട്ടിംഗ് പോലത്തെ ആ ഒരു രീതിയിലേക്കൊന്നും, പല സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും അതിലേക്കൊന്നും വഴിതിരിഞ്ഞു പോകാതെ, സെക്ഷൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയേണ്ടി വരും. അത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ മതി. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് നമ്മളുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആകുക. അതിലൂടെ നമ്മുടെ സേക്രൽ ചക്രയിലുള്ള സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പവറിനെ നമ്മൾ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളുടെ ക്രൗൺ ചക്ര വരെ കൊണ്ടുവന്ന് റേസ് ചെയ്ത് നിർത്തുകയും, അങ്ങനെ അവിടെ നിന്ന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, നമ്മളുടേതായിട്ടുള്ള ഗോൾസ്, നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ്, നമ്മളുടേതായിട്ടുള്ള പാഷൻ, ഡിസയർ, അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങളെയെല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പവർ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മാസം നമ്മൾ ഒന്ന് അവെയർ ആവേണ്ടത്. എല്ലാവരും വളരെ പവർഫുള്ളാണ്, ബ്യൂട്ടിഫുള്ളാണ്, വളരെ പോസിറ്റീവാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാവരെയും ബാധിക്കില്ല. എന്നാലും ഒരു പ്രശ്നമോ സാഹചര്യമോ വന്നാൽ നമ്മളതിന് ഒന്ന് പ്രതിവിധി കാണണം. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട്, ഈശ്വരൻ്റെ വിശ്വാസം കൊണ്ട് അതിനെല്ലാം അതിജീവിച്ച് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.